മക്കളെ, നിങ്ങൾക്ക് ഞാനൊരു പൂ കാണിച്ചു തരേ. അറിയോ നിങ്ങൾക്ക് ഈ പൂവിനെ? എനിക്ക് കിട്ടാതുകൊണ്ട് ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി ഏട്ടനെ കൊണ്ട് പഠിപ്പിക്കാം. ഓക്കെ, ഇവള് ആയുധം വെച്ച് കീഴടങ്ങിയതുകൊണ്ട് ഞാൻ ഇത് പറിക്കാന്നാ വിചാരിക്കുന്നത്. പറ്റുമറിയില്ല. പക്ഷേ എന്താണെങ്കില് താഴെ മുഴുവൻ കച്ചറ വെള്ളമാണ്, ചെളിയും വെള്ളം. ആ വെള്ളം ഒന്ന് കാണിച്ചോട്ടെ. കണ്ടാ ഈ കച്ചറ വെള്ളം. എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ. ശ്രമിക്കാന്നേ പറഞ്ഞുള്ളൂ. മുള്ളാന്ന്, ഇത് മൊത്തം മുള്ളാന്ന്. ഈ മുള്ളിൻ്റെ ഇടയിൽ ഇതിനൊരു ഐതിഹ്യമുണ്ട്. അത് അവള് പറയും. ഐതിഹ്യത്തെ കുറിച്ച് എനിക്കറിയാം. അയ്യടാ, കിട്ടിപ്പോയി കിട്ടിപ്പോയി കിട്ടിപ്പോയി. അല്ല അല്ല, അതെന്റെ തല വലിച്ചു കിട്ടിയാ അതിന്റെ കൊല ഇങ്ങോട്ട് വരും. ഇതിന്റെ പേരറിയോ നിങ്ങക്ക്? ഇതിന്റെ ഐതിഹ്യം എന്താണ്? എന്റെ ഐതിഹ്യം പറയും. ഐതിഹ്യം ഇവള് പറയും. ഇതുകൊണ്ട് നമ്മളെ മേലത്തെ അമ്മയില്ലേ, അവർ പായ ഉണ്ടാക്കും. പഴയ പായയില്ലേ, ഇതുകൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. നല്ല മുള്ളാന്ന് കേട്ടോ ഇത്. കണ്ടാ, ഭയങ്കര മുള്ളാ. ഉണ്ടാ, ഇതിനൊരു ഐതിഹ്യം ഉണ്ട്. അത് അവളെ പറയും. ഇത് നല്ല സ്മെല്ലാണ്, എന്താണെന്നറിയാം. പക്ഷെ ഇത് എന്തായാലും നമ്മളെ പൂജക്കെടുക്കാതെ പൂക്കൾ അറിയില്ലേ, പൂജക്കെടുക്കാതെ പൂക്കൾ ഇതാണ് പൂജക്കെടുക്കാതെ പൂക്കൾ. ഇതിൻ്റെ ഐതിഹ്യം എന്ന് വെച്ചാൽ പിന്നെ ബ്രഹ്മദേവനും വിഷ്ണു ഭഗവാനും കൂടി പരമേശ്വരൻ്റെ ഉൽപ്പത്തി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഏർപ്പെടുത്തി. ആ ആളാണ് ഈ ആൾ, അതായത് കൈത. ഈ കൈത പോയി എന്താ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് ബ്രഹ്മദേവൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, കണ്ടു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കൈതപ്പൂ ഭഗവാന്റെ ഉൽപ്പത്തി കണ്ടുപിടിച്ചു എന്ന് കള്ളം പറഞ്ഞ് പാർവതി പരമേശ്വരൻ ചോദിച്ചു, എൻ്റെ ഉൽപ്പത്തി കണ്ടുപിടിച്ചോ നീ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ കണ്ടുപിടിച്ചു എന്ന്. എങ്കിൽ നിന്നെ ഒരു കാലത്തും തലയിൽ ചൂടാനോ അല്ലെങ്കിൽ പൂജക്കെടുക്കാനോ നിന്നെ അരുതാതെ പോട്ടേന്ന് ശപിക്കുകയും ചെയ്തു. എത്ര നല്ല സംഭവമാണെന്നറിയോ ഇതെന്ന് പറഞ്ഞാൽ. അതാണ് നല്ല മണാണ്, നല്ല സ്മെല്ല്. നിങ്ങൾ അവിടെ ആരൊക്കെ വീട്ടിലുണ്ട് ഒന്ന് കമന്റ് ചെയ്ത് കണ്ടവരൊന്ന് കമന്റ് ചെയ്ത്. നല്ല സ്മെല്ലാ. പിന്നെ എന്താ പെട്ടിയിലെല്ലാം വെച്ചാൽ നല്ല സ്മെല്ലാ. അങ്ങനെ ഭഗവാൻ ശപിച്ചൊരു പൂവാണ്, പരമേശ്വരൻ ശപിച്ചൊരു പൂവാണ് നമ്മളെ ഉമ്മ കൈതപ്പൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വീണ്ടും സന്ധിക്കും വരെ വണക്കം മക്കളെ.